തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ, ആരാധനയൻ യേശുവേ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത പ്രോഗ്രാമിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വചനം ശ്രവിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾ ഭാഗ്യവാന്മാർ. കാരണം അവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും സംഭവിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഞാനും എൻ്റെ കുടുംബവും പതിവായി ടെലിവിഷൻ പ്രോഗ്രാം സെഗിയോൺ ധ്യാന കേന്ദ്രത്തിൽ നിന്നുള്ള ടെലിവിഷൻ പ്രോഗ്രാം കാണുന്നവരാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തലകറക്കം വരുന്ന ആളാണ്. അങ്ങനെ വരുമ്പോൾ ENT കണ്ട് മരുന്ന് വാങ്ങി കഴിക്കുമ്പോൾ മാറുകയാണ് പതിവ്. തലയിലെ ഞരമ്പിൻ്റെ തകരാറാണ് ഇതിന് കാരണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഈ ഒരു മാസത്തിന് മുമ്പ് എനിക്ക് തലകറക്കം വന്നു. ENT കാണിച്ചിട്ടും മരുന്നുകൾ മാറി മാറി കഴിച്ചിട്ടും എനിക്ക് യാതൊരു ഫലവും ഉണ്ടായില്ല. അങ്ങനെ PVS ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഇത് നിസ്സാര കാര്യമല്ല, ഉടനെ CT സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ തനിച്ച് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി. ഞാൻ തകർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെഗിയോൺ ധ്യാനകേന്ദ്രത്തിൽ നിന്നുള്ള ദൈവവചന ശുശ്രൂഷ ടെലിവിഷനിലൂടെ വരുന്നുവെന്ന് വാർത്ത ഞങ്ങൾ അറിഞ്ഞത്. ഞാനും എൻ്റെ മക്കളും കൂടിയിരുന്ന് ആ പ്രോഗ്രാമിൻ്റെ സമയത്ത് മനമൊരുക്കി കർത്താവിനോട് പ്രാർത്ഥിച്ചു. കൂടാതെ എറണാകുളം മറൈൻ ഡ്രൈവ് കൺവെൻഷനിൽ വെച്ച് വെഞ്ചരിച്ച വെള്ളവും കൊണ്ട് മുഖവും കഴുകി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ രോഗം എൻ്റെ യേശു സുഖപ്പെടുത്തിയാൽ ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ സമയത്ത് ഫോട്ടോ സഹിതം സാക്ഷ്യപ്പെടുത്താമെന്ന് നേർച്ചയും നേർന്നു. അതിശയമെന്ന് പറയട്ടെ, ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ എൻ്റെ രോഗം പൂർണ്ണമായും എന്നെ വിട്ടുമാറി. ഇനി ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ടെന്ന് ഡോക്ടർമാർ തീർത്തും വിധി എഴുതി. എൻ്റെ യേശു ക്രിസ്തുവിന് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. മാർഗരറ്റ് അഗസ്റ്റിൻ ഓച്ചം തുരുത്തുന്ന സ്ഥലത്ത് നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. മറ്റൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എറണാകുളത്തു നിന്നാണ് ഈ കത്തെഴുതുന്നത്. അഭിഷേകാഗ്നി പ്രോഗ്രാം ഞാൻ മിക്ക ആഴ്ചകളും കാണാറുണ്ട്. ദൈവം എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ സമയത്ത് വർഷിച്ച് തന്നിട്ടുണ്ട്. കുവൈറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന എൻ്റെ മകളുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാൻ മകൾ പഠിച്ച മദ്രാസ് യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുത്തു. 11 മാസമായി, ഇതുവരെയും അത് തിരിച്ചു വന്നില്ല. എൻ്റെ മകളും കുടുംബവും വളരെ സങ്കടത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഏപ്രിൽ മാസം 1-ാം തീയതിക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് കുവൈറ്റ് യൂണിവേഴ്സിറ്റി തിരിച്ചു വന്നില്ലെങ്കിൽ മകളുടെ ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു പോരേണ്ട സ്ഥിതിഗതിയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെഗിയോൺ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ഷാലോം ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന അഭിഷേകാഗ്നി എന്ന വചന പ്രോഗ്രാം കാണാനിട വന്നത്. ആ പ്രോഗ്രാമിൻ്റെ സമയത്ത് മനസ്സുരുകി ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അതിശയമെന്ന് പറയട്ടെ, മാർച്ച് മാസം 26-ാം തീയതി തന്നെ സർട്ടിഫിക്കറ്റ് കുവൈറ്റ് യൂണിവേഴ്സിറ്റി തിരിച്ചെത്തി. എൻ്റെ മകളുടെ ജോലി നഷ്ടപ്പെടാതെ ഇന്നും എൻ്റെ മകൾ അവിടെ ജോലി ചെയ്യുന്നു. എൻ്റെ കർത്താവിന് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എറണാകുളത്ത് നിന്ന് മേഴ്സി സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഷാലോം ചാനലിൽ എല്ലാ ഞായറാഴ്ചയും 8:30 മുതൽ 9 മണി വരെ ചെയ്യുന്ന അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത്, അതൊരു ടെലിവിഷൻ വചന പ്രോഗ്രാമാണ്, സെഗിയോൺ ധ്യാനകേന്ദ്രത്തിൽ നിന്നാണ് സംപ്രേഷണം ചെയ്യുന്നത്. അതിൻ്റെ സമയത്ത് ഇവർ പൊട്ടിക്കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ച് ദൈവം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബ്ലോക്കായി കിടന്നിരുന്ന സർട്ടിഫിക്കറ്റ് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തിരിച്ച് കുവൈറ്റ് യൂണിവേഴ്സിറ്റി എത്തിച്ച് ആ മകളുടെ ജോലി നഷ്ടപ്പെടാതെ ദൈവം സംരക്ഷിച്ച്. ഹല്ലേലൂയ. ഇന്ന് ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും ദൈവമായ കർത്താവിൻ്റെ അത്യത്ഭുത ശക്തി വ്യാപരിക്കാൻ പോവുകയാണ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഇപ്പോൾ സെഗിയോൺ ടീമിനോട് ചേർന്ന്, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളോട് ചേർന്ന് കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഓ കർത്താവെ, ഈ നിമിഷം ലോകമെമ്പാടും അനേക കുടുംബങ്ങളിരുന്ന്, അനേക സമൂഹങ്ങളിൽ നിന്ന് ഹൃദയം നുറുങ്ങി നിലവിളിക്കുന്ന ലക്ഷക്കണക്കിന് മക്കളുടെ പ്രാർത്ഥനകളോടൊപ്പം ഇന്ന് അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ബലികളുടെ യോഗ്യതയോട് ചേർത്ത് ഈ ദൈവമക്കളുടെ കണ്ണുനീര്, ഈ ദൈവമക്കളുടെ ദുഃഖങ്ങൾ, വേദനകൾ എല്ലാം പിതാവേ പുത്രന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ഇപ്പോൾ തിന്മകൾ വിട്ടുപോകട്ടെ, ഇപ്പോൾ ദൈവിക ശക്തി വ്യാപരിക്കട്ടെ, ഇപ്പോൾ കുടുംബങ്ങൾ ഉണരട്ടെ, തിന്മകൾ മാറട്ടെ, വചനം കേൾക്കാനുള്ള അഭിഷേകം ലഭിക്കട്ടെ, വചനം കേൾക്കുമ്പോൾ ക്ഷീണം, തടസ്സം, മന്നിപ്പ്, മരവിപ്പ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ, ദുർപീഡകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ, പൈശാചിക പീഡകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ, ദൈവശക്തി നിറയട്ടെ, ആത്മാവിൻ്റെ അഭിഷേക ശക്തി നിറയട്ടെ, ദൈവകൃപയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അസൂയ തകർച്ച വിളിച്ചു വരുത്തും. ഒരു ദൈവ പൈതലിനെ തകർത്ത് തരിപ്പണമാക്കാൻ തക്കവണ്ണം ശക്തിയുള്ള ഒരു തിന്മയാണ് അസൂയ. പ്രൈസ് ദ ലോർഡ്. ഇതിനെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. നാം ഇന്ന് ഈ ചിന്തയ്ക്ക് ഉപോത്ബലകമായി എടുക്കുന്നത് സാമുവേൽ പ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകമാണ്. 1 സാമുവേൽ 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം വളരെയേറെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ചരിത്രം ആരംഭിക്കുന്നു. ആ ദൈവ പൈതലിൻ്റെ പേരാണ് സാവൂൾ. ബെഞ്ചമിൻ ഗോത്രജനായ കിഷിൻ്റെ കുടുംബത്തിലെ സാവൂൾ ഒരു നിഷ്കളങ്ക ബാലൻ, ഒരു നിഷ്കളങ്ക യുവാവ്, ഒരു നിഷ്കളങ്ക ജീവിതം. ദൈവം അദ്ദേഹത്തെ അഭിഷേകം ചെയ്ത്, ദൈവം അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത്, ദൈവം അനുഗ്രഹിച്ച്, ദൈവം ഉയർത്തി. സാവൂൾ പ്രാർത്ഥിച്ചതിനേക്കാൾ കോടാനുകോടി അനുഗ്രഹങ്ങൾ ദൈവം സാവൂളിൻ്റെ മേൽ നിക്ഷേപിച്ച് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നൽകി. ഇസ്രായേൽ രാജ്യത്തിൻ്റെ ആദ്യത്തെ രാജാവായി ദൈവം സാവൂളിനെ ഉയർത്തി. അവൻ ചോദിക്കുന്നതിനേക്കാൾ അധികമായി ദൈവം കൊടുത്തുകൊണ്ടേയിരുന്നു. അവനെ അനുഗ്രഹിക്കുന്നതിൽ ദൈവത്തിന് സന്തോഷമായിരുന്നു. ദൈവത്തിൻ്റെ കൂടെ നടന്ന, ദൈവത്തിൻ്റെ കൂടെ ഉറങ്ങിയ, ദൈവത്തിൻ്റെ സ്വരം കേട്ട മകനാണ് സാവൂൾ. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ഇരിക്കെ അനുഗ്രഹങ്ങളിൽ മതിമറന്ന സാവൂൾ പ്രാർത്ഥന, ദൈവാടുപ്പം ഇതെല്ലാം വില കുറഞ്ഞതായി കണ്ട്, ദൈവവചനം വില കുറഞ്ഞതായി കണ്ട്, ദൈവത്തിൻ്റെ പ്രവാചകന്മാർ വില കുറഞ്ഞതായി കണ്ട്, ദൈവിക ഉപദേശങ്ങൾ വിലയില്ലാത്തതായി കണ്ട് അവൻ ലോകത്തിൻ്റെ വഴികളിൽ നടക്കാൻ തുടങ്ങി. ലോകമോഹങ്ങൾ അവനെ കീഴ്പ്പെടുത്തി. അവൻ ആത്മീയമായി തകർന്നുപോയി, അവൻ ആത്മീയമായി വീണുപോയി. ഹല്ലേലൂയ. അവൻ മറുതലിപ്പിൻ്റെ ജീവിതം ആരംഭിച്ച് അവൻ ദൈവത്തോട് മറുതലിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനെ രാജാവാക്കിയതിനെ ഓർത്ത് ദൈവം വേദനിച്ച്, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് വേദനയുണ്ടായി. സാവൂളിനെ രാജാവാക്കിയതിനോർത്ത് അതുപോലെ അവൻ ദൈവത്തോട് മറുതലിച്ച്, അതുപോലെ അവൻ ദൈവത്തോട് മത്സരിച്ച് അവൻ ദൈവ സ്നേഹത്തിൽ നിന്ന് വീണുപോയി. പ്രൈസ് ദ ലോർഡ്. സാവൂൾ രാജാവിൻ്റെ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടമാണ് ദൈവ സ്നേഹത്തിൻ്റെ ജീവിതം, ദൈവ അനുഭവത്തിൻ്റെ ജീവിതം. അതുപോലെ തന്നെ സാവൂൾ രാജാവിന് രണ്ടാമത്തെ ഘട്ടമുണ്ട്, ദൈവസ്നേഹത്തിൽ നിന്ന് വീണുപോയ ജീവിതഘട്ടം. ആ കാലഘട്ടത്തിൽ സാവൂൾ രാജാവിനെ പിടിമുറുക്കിയ തിന്മയുടെ പേരാണ് അസൂയ. പ്രൈസ് ദ ലോർഡ്. അസൂയ അതികഠിനമായ ഒരു വിഷമാണ്. അത് ആരെ പിടിക്കുന്നുവോ അത് അവനെ തകർത്ത് തരിപ്പണമാക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാവൂൾ രാജാവിനെ അസൂയ പിടികൂടി. അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായി കാണുന്നത് സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിലാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ്. സാവൂൾ രാജാവും സൈന്യവും ഇസ്രായേൽ ജനം മുഴുവനും ഒരു ഫിലിസ്തീൻ യുവാവിൻ്റെ പരിഹാസത്തിന് മുമ്പിൽ വളരെ ദുഃഖിച്ച് നിൽക്കുകയാണ്. ഈ ഗോലിയാത്ത് എന്ന് പറഞ്ഞ മല്ലൻ ഈ ഇസ്രായേൽ ജനത്തെ മുഴുവനും, സാവൂൾ രാജാവിനെ അവൻ്റെ സൈന്യത്തെയും വളരെയധികം മോശമായി, വളരെയധികം പരിഹാസത്തോടെ അവരെ പുച്ഛിച്ച് ചവിട്ടി മെതിക്കുകയാണ്. അവനോട് എതിർക്കാൻ കഴിവില്ലാതെ ഇവർ മിണ്ടാതെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്താണ് ദാവീദ് എന്ന് പറഞ്ഞ ദൈവ പൈതലിനെ ഉയർത്തി ദൈവം യുദ്ധരംഗത്തേക്ക് അയക്കുന്നത്. യുദ്ധരംഗത്ത് നിന്ന് ദാവീദ് സാവൂളിൻ്റെയും സൈന്യത്തിൻ്റെയും ഇസ്രായേൽ ജനത്തിൻ്റെയും അപമാനം നീക്കാൻ ആ ഗോലിയാത്തിന്റെ നെറുകം തല അടിച്ചു തകർത്ത് അവനെ വധിച്ച് നിലത്തിട്ടു. അങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെ അപമാനത്തെ നീക്കി
ദാവീദ് രാജാവ് സാവൂളിൻ്റെ അവമാനത്തെ നീക്കി സാവൂളിൻ്റെ സൈന്യത്തിന് മാനം കൊടുത്ത് അങ്ങനെ സൈന്യത്തിനും രാജാവിനും രാജ്യത്തിനും അവൻ ബഹുമതി ഉണ്ടാക്കി. അങ്ങനെ ദാവീദ് സാവൂളിൻ്റെ കൊട്ടാരത്തിലേക്ക് സാവൂള് കൂട്ടിക്കൊണ്ട് വരികയാണ് ദാവീദിനെ. അങ്ങനെ സാവൂള് ദാവീദിനെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഇസ്രായേൽ പട്ടണങ്ങളിൽ ജനങ്ങൾ എതിരേറ്റു. അതാണ് 1 സാമുവേൽ 18-ാം അധ്യായത്തിൽ 7 മുതലുള്ള വാക്യങ്ങൾ. അവർ സസന്തോഷം മതിമറന്ന് പാടി, സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000. സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000. ഇസ്രായേൽ ജനങ്ങൾ ദാവീദിന് വലിയ മഹത്വം കൊടുത്ത് ദാവീദിനെ വലിയ സ്നേഹത്തോടെ എതിരേറ്റു. ഇത് കണ്ടപ്പോൾ സാവൂളിൻ്റെ ഹൃദയത്തിലേക്ക് ആ വാക്കുകൾ തുളച്ചു കയറി. സാവൂള് പറഞ്ഞ്, അവർ എനിക്ക് 1000 തന്നത്, അവർ ദാവീദിന് 10,000 കൊടുത്ത്. ഇത് അവൻ്റെ ഹൃദയത്തെ ഞെരുക്കി കളഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാവൂളിൻ്റെ ഹൃദയം വേദന കൊണ്ട് പിടഞ്ഞ് സാവൂള് പറഞ്ഞു, ഇപ്പോൾ ദാവീദാണ് എന്നേക്കാൾ വലിയവൻ, ഇപ്പോൾ എന്നേക്കാൾ വലിയ ഒരാൾ ഉണ്ടായിട്ടുണ്ട്, ഇത് ശരിയല്ല. അവൻ ദാവീദിനെ അംഗീകരിക്കാതെയായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അനേകം കുടുംബങ്ങളിൽ കൂടപ്പിറപ്പുകൾ തമ്മിൽ വലിയ ശത്രുതയുടെ പിന്നിൽ ഈ അസൂയയുടെ ഘടകം പ്രവർത്തിക്കുന്നുണ്ട്. അനേക സമൂഹങ്ങളിൽ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് തമ്മിലുള്ള വലിയ പ്രശ്നങ്ങളുടെ പിന്നിൽ ഈ അസൂയ എന്ന തിന്മയല്ലേ നടമാടുന്നത്. വലിയ വലിയ പ്രസ്ഥാനങ്ങളിൽ, വലിയ വലിയ സ്ഥാപനങ്ങളിൽ, വലിയ വലിയ മേഖലകളിൽ അനേകം വ്യക്തികളെ തകർക്കുന്ന അതികഠിനമായ ഒരു പാപശക്തിയാണ് അസൂയ. ഇതാ സാവൂളിനെ ഇത് വളരെയധികമായി പിടിച്ചു മുറുക്കി. സാവൂള് ദാവീദിനെ ഓർത്ത് അവൻ വേദനിക്കാൻ തുടങ്ങി. അവൻ രാത്രിയിലൊരു ഭ്രാന്തനെ പോലെ അവൻ പുലമ്പി. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവൻ്റെ ഉറക്കം നഷ്ടപ്പെട്ട്. അതാണ് 1 സാമുവേൽ 18-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ കൊട്ടാരത്തിനുള്ളിൽ ഭ്രാന്തനെ പോലെ പുലമ്പിക്കൊണ്ടിരുന്നു. അവൻ്റെ പ്രാർത്ഥനയുടെ സമയം അവൻ പുലമ്പാൻ വേണ്ടി മാറ്റിവെച്ച്, അവൻ്റെ വിശ്രമത്തിൻ്റെ സമയം, അവൻ്റെ പ്രാർത്ഥനയുടെ സമയം, അവൻ്റെ ദൈവവചന പാരായണത്തിൻ്റെ സമയം, അവൻ്റെ ദൈവിക ശുശ്രൂഷകളുടെ സമയം, ദൈവത്തോടു കൂടെ ചെലവഴിക്കേണ്ട സമയം എല്ലാം ഈ തിന്മയോർത്ത് ഈ തിന്മയുടെ പിടിയിലമർന്ന് ഹൃദയം നീറി വെന്ത് വേകുന്നൊരവസ്ഥയിലേക്ക് അവൻ മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് 1 സാമുവേൽ 18-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്. സാവൂളിൻ്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. ദാവീദിനെ ചുമരോട് ചേർത്ത് തറയ്ക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് സാവൂൾ ആ കുന്തം എറിഞ്ഞ് ദാവീദിനെ കൊന്നു കുഴിച്ചു മൂടാൻ സാവൂൾ ഉദ്യമിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധിക്കുക. അസൂയ എന്ന തിന്മ പിടിമുറുക്കി കഴിയുമ്പോൾ ആ വ്യക്തികൾക്കുണ്ടാകുന്ന അടുത്ത തകർച്ചയാണ്, ആരോട് അസൂയ തോന്നുന്നുവോ അവരുടെ ജീവിതത്തിൽ ഓരോ ഉയർച്ച ഉണ്ടാകുമ്പോൾ അവരെ കൊല്ലാനുള്ള ദേഷ്യം തോന്നും, അവരെ കൊല്ലണം എന്നുള്ള ദേഷ്യം തോന്നും. കായേൻ ആബേലുമായുള്ള ബന്ധം ഓർക്കുക. ആബേലിന് ഉയർച്ച ഉണ്ടായപ്പോൾ കായേൻ അവനെ കൊല്ലണമെന്ന് തോന്നി. പൂർവ്വപിതാവായ യാക്കോബിൻ്റെ മക്കള് ജോസഫും കൂട്ടരും, ജോസഫിന് ഉയർച്ചയുണ്ടായപ്പോൾ മറ്റ് സഹോദരങ്ങൾക്ക് ജോസഫിനെ കൊല്ലണമെന്ന് തോന്നി. അസൂയ ആരെ പിടികൂടുന്നുവോ, അവർക്ക് ആരോട് അസൂയ തോന്നുന്നുവോ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നന്മകൾ ഉണ്ടാകുന്നത് കാണുമ്പോൾ അവരെ കൊല്ലാൻ തക്കവണ്ണമുള്ള ദേഷ്യം അവരുടെ ഹൃദയത്തെ പിടിച്ചു മുറുക്കും. ഒരു നെരിപ്പോട് എടിഞ്ഞു പുകയണത് പോലെ അസൂയുള്ള വ്യക്തികളുടെ ഹൃദയം മറ്റുള്ളവരുടെ ഉയർച്ച കാണുമ്പോൾ ഇങ്ങനെ നിരന്തരം പുകഞ്ഞുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വലിയ നാശകരമായ ഒരു അവസ്ഥയാണ്. ദൈവം വിളിച്ചുണർത്തി ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ദൈവ അഭിഷേകം ചെയ്ത സാവൂളിൻ്റെ ജീവിതത്തിൽ ഇതാ തൻ്റെ മുഴുവൻ സമയവും, തൻ്റെ മുഴുവൻ ചിന്താശക്തിയും, തൻ്റെ മുഴുവൻ കഴിവും, എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈ ദാവീദിനോടുള്ള അസൂയ കൊണ്ട് അവനെ എങ്ങനെ തകർക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടി ഇതാ ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ആ പ്രശ്നങ്ങൾ അങ്ങനെ കൊടുമ്പിരിക്കൊണ്ട് അവസാനം ദാവീദ് കൊട്ടാരത്തിൽ നിന്ന് ഓടിപ്പോകേണ്ട സ്ഥിതിയായി. കാരണം സാവൂൾ ദാവീദിൻ്റെ നിത്യശത്രുവായി മാറി. അത് സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ 28-29 വാക്യങ്ങളിലുണ്ട്.
കർത്താവ് ദാവീദിനോട് കൂടെ ആണെന്നും മിഖാൽ അവനെ സ്നേഹിക്കുന്നുവെന്നും കണ്ടപ്പോൾ സാവൂൾ അവനെ കൂടുതൽ ഭയപ്പെട്ടു. അങ്ങനെ അവൻ ദാവീദിൻ്റെ നിത്യശത്രുവായി. ദാവീദ് അവസാനം കൊട്ടാരം വിട്ട് ഓടിപ്പോയി. എങ്കിലും സാവൂളിൻ്റെ പക തീർന്നില്ല, സാവൂളിൻ്റെ ശത്രുത അവസാനിച്ചില്ല, സാവൂളിൻ്റെ അസൂയ വിട്ടുപോയില്ല. അവൻ്റെ ഹൃദയം വീണ്ടും പുകഞ്ഞുകൊണ്ടേയിരുന്നു. അവൻ ജോനാഥനെ വിളിച്ചു, തൻ്റെ മകനെ വിളിച്ചു, സൈന്യത്തെ വിളിച്ചു. അവൻ്റെ സംവിധാനങ്ങളെ അവൻ ഇതാ ദാവൂദിനെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അതാണ് 1 സാമുവേൽ 19-ാം അധ്യായം. ദാവീദിനെ കൊന്നു കളയണമെന്ന് സാവൂൾ ജോനാഥനോടും ഭൃത്യന്മാരോട് കൽപ്പിച്ച്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ സാവൂൾ തന്നെ സൈന്യവുമായി മരുഭൂമിയിലേക്ക് പുറപ്പെട്ട് ഈ ദാവീദിനെ കൊല്ലാൻ വേണ്ടി. എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേക സാന്നിധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് സാവൂളിൻ്റെ പിടിയിൽപ്പെടാതെ ദാവീദിനെ ദൈവം കാത്തു സൂക്ഷിച്ചു. ഈ രാജാവിൻ്റെ അന്ത്യരംഗം 1 സാമുവേലിൻ്റെ 1-ാമത്തെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വാളിന്മേൽ കുത്തി ഞാന്ന് ഉദരം പിളർന്ന് കുടൽമാലകളെല്ലാം പുറത്ത് ചാടി ചോരയിൽ വാർന്ന് കിടക്കുന്ന സാവൂളിനെയാണ് സാമുവേൽ പ്രവാചകൻ 1-ാമത്തെ പുസ്തകത്തിൽ 31-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. 2 സാമുവേൽ 1-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ സാവൂളിൻ്റെ അവസാനത്തെ വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ വാളിന്മേൽ കുത്തിപ്പിളർന്ന് വീണ് ഉദരമൊക്കെ പിളർന്ന് കുടൽമാലകൾ പുറത്തു ചാറി ചോരയിൽ കുതിർന്ന് അവൻ കിടക്കുമ്പോൾ ആ വഴി വന്ന ഒരു അമലേക്കിനെ അവൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ ഞാൻ വേദന കൊണ്ട് നീറുന്നു, എൻ്റെ പ്രാണൻ വിട്ടുപോകുന്നില്ലല്ലോ, എന്നെ വന്ന് കൊന്നു തന്നാലും. ദൈവം സ്നേഹിച്ചുയർത്തിയ സാവൂൾ, ദൈവം അഭിഷേകം ചെയ്ത് ഉയർത്തിയ സാവൂൾ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതുപോലെ ഒരു വൻ ദുരന്തമായി തകർന്നതിൻ്റെ പിന്നിൽ അസൂയ എന്ന തിന്മയുടെ സ്വാധീനം വളരെ ഏറെയായിരുന്നു. അവന് അനുതപിക്കാൻ പറ്റിയില്ല, അവന് ദൈവത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല, അവന് പ്രാർത്ഥനയിൽ പിന്നെ ഉയരാൻ പറ്റിയില്ല, അവന് പിന്നെ ദൈവാനുഭവത്തിൽ കൂടുതൽ വളരാൻ പറ്റിയില്ല, അവന് ദൈവത്തിൻ്റെ പരിപാലനം പിന്നെ അനുഭവിക്കാൻ പറ്റിയില്ല, അവൻ്റെ മേൽ കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടായില്ല. അവൻ കിട്ടിയ മുഴുവൻ ദൈവിക നന്മകളും തകർന്ന് നശിക്കാൻ തക്കവണ്ണം അസൂയ അവനെ പിടിച്ച് ഒരു നെരിപ്പോടിലിട്ട് പുകച്ചുകൊണ്ടേയിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസൂയ കടുത്ത ഒരു തിന്മയാണ്. അത് ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കും. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, അവിടുന്ന് തൊട്ടുണർത്തിയ ജീവിതങ്ങൾ, അവിടുന്ന് വിളിച്ച് തെരഞ്ഞെടുപ്പ് കൊടുത്ത് ദൈവവിളി കൊടുത്ത് വളർത്തിയെടുത്ത ജീവിതങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും അന്തരീക്ഷത്തിൽ ആരോടെങ്കിലും കടുത്ത അസൂയയുടെ പിടിയിലിരിക്കുന്നുണ്ടെങ്കിൽ യേശുവേ, ഈ നിമിഷം അങ്ങയുടെ തിരുരക്തം അയച്ച് അങ്ങയുടെ അത്ഭുത സ്പർശനങ്ങൾ നൽകി അസൂയ എന്ന കടുത്ത തിന്മയെ ശാസിച്ച് ബഹിഷ്കരിക്കണമേ. അസൂയ എന്ന കടുത്ത തിന്മയുടെ എല്ലാ ആധിപത്യങ്ങളും തകർന്നു പോകട്ടെ. കുടുംബങ്ങൾ, കൂടപ്പിറപ്പുകൾ തമ്മിലുള്ള ബന്ധങ്ങളെ തകർക്കുന്ന അസൂയ എന്ന തിന്മയെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. സ്ഥാപനങ്ങളിൽ സഹപ്രവർത്തകർ തമ്മിലുള്ള അസൂയയുടെ തിന്മയെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, അയൽക്കാർ തമ്മിലുള്ള അസൂയയുടെ തിന്മയെ ശാസിച്ച് ബന്ധിക്കുന്നു കർത്താവേ. തിന്മ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും കൂട്ടുകെട്ടുകളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും വിട്ടുമാറിപ്പോകട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ സന്തോഷം നിറഞ്ഞ, ദൈവത്തിൻ്റെ അഭിഷേകം നിറഞ്ഞ, ദൈവാരൂപി നിറഞ്ഞ നല്ല അന്തരീക്ഷം ഹൃദയങ്ങളിൽ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാഥാ. സകല ലോകത്തെയും സ്നേഹത്താൽ സൃഷ്ടിച്ച ദൈവം, സ്നേഹം തന്നെയായ ദൈവം, സകല ഹൃദയങ്ങളുടെ മേലും സ്നേഹം ചൊരിയുന്ന കർത്താവ് ഇതാ ദിവ്യകാരുണ്യ രൂപനായി നമ്മുടെ മധ്യത്തിൽ. പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, ഹൃദയത്തിൽ കുടികൊള്ളുന്ന അസൂയയെക്കുറിച്ച് ഒരു നിമിഷം നീ ചിന്തിക്കണം. ഈ പോക്ക് പോയാൽ ഇതിൻ്റെ അവസാനം എന്തായിരിക്കും? നശിച്ച് ദൈവത്തിൻ്റെ നന്മയിൽ വളരേണ്ട ജീവിതമെല്ലാം നശിച്ച് നാമാവശേഷമാവുകയില്ലേ? ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം തകർന്ന് തരിപ്പണമാവില്ലേ? ഇന്ന് കർത്താവിനെ വിളിക്കുക. ഇന്ന് നീ നശിച്ച് സമ്പൂർണ്ണമായി നശിച്ച് തകർന്ന് തരിപ്പണമാകുന്നതിന് മുമ്പ് കർത്താവിനെ വിളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അസൂയയുടെ പിടിയിൽ അമർന്നു കിടക്കുന്ന ജീവിതങ്ങളെ ഇപ്പോൾ അവിടുന്ന് കൈകൾ നീട്ടി സ്പർശിക്കണമേ. അസൂയയുടെ കഠിന ബന്ധനങ്ങൾ കർത്താവായ
യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. തിന്മയുടെ ബന്ധനങ്ങൾ പൊട്ടിത്തകരട്ടെ. കുടുംബങ്ങളിൽ നിന്നുള്ള എല്ലാ ആധിപത്യ ശക്തികളും നിർവീര്യമാകട്ടെ. കർത്താവേ, സാമ്പത്തിക മേഖലകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. എൻ്റെ പേര് അന്നക്കുട്ടി ആൻ്റണി. ഞാൻ എടപ്പള്ളിയിൽ നിന്ന് വരുന്നു, എറണാകുളം. എനിക്ക് 13 വർഷമായി ഈ സൈഡ് വേദനയായിരുന്നു. ഒരു സൈഡും ഫുള്ളും. തലയിൽ ഇങ്ങനെ ഒന്ന് കൈവച്ച് കിടക്കാനോ ഒരു 2 മിനിറ്റ് പോലും ഒരു സൈഡ് തിരിച്ച് കിടക്കാൻ സാധിക്കില്ലായിരുന്നു. കഴിഞ്ഞ അച്ഛൻ്റെ മറൈൻ ഡ്രൈവിൽ ധ്യാനത്തിൽ ഞാൻ 5 ദിവസത്തെ ധ്യാനം കൂടി എനിക്ക് അവിടെ വെച്ച് അത് പിന്നെ എനിക്ക് ഈ സൈഡ് വേദന ഉണ്ടായിട്ടില്ല. കൂടാതെ എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു ഭയങ്കരമായ ഒരു ഭാരം ഒഴിഞ്ഞു പോയതുപോലെയായിരുന്നു. എനിക്ക് ഭയങ്കര അനുഭവമായിരുന്നു. ശരീരം എന്തോ ഒഴിഞ്ഞു പോയ പോലെ ഭയങ്കര ഒരു സുഖമായിരുന്നു. പക്ഷേ എനിക്ക് ശ്വാസം മുട്ടും ഷുഗറും പല രോഗങ്ങളുണ്ടായിരുന്നു. അപ്പോഴെന്നോർത്ത് കുറച്ച് നേരം പോലും എനിക്കൊന്നും ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ പക്ക് കഴിക്കലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഈശോയെ, ഞാൻ എങ്ങനെ ധ്യാനം കൂടുന്നൊക്കെ ഭയങ്കര വിഷമത്തിലായിരുന്നു ഞാൻ. പക്ഷേ എങ്കിലും 6:30 മണി 7 മണിയാകുമ്പോഴത്തേക്കും ഞാൻ ധ്യാന മന്ദിരത്തിലേക്ക് അവിടെ എത്തി എനിക്ക് പൂർണ്ണ സൗഖ്യം ഈശോ തന്നു. ശ്വാസമുട്ടലും ബുദ്ധിമുട്ടുകളും മാറി. 25 വർഷമായ ശ്വാസമുട്ടായിരുന്നു. 25 വർഷമായ ശ്വാസമുട്ടലാണ്. മറൈൻ ഡ്രൈവ് കൺവെൻഷനിൽ യേശുവിനെ നാമത്തിൽ വിട്ടുപോട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഇറങ്ങി അങ്ങോട്ട് പോയത്. സൗഖ്യം കിട്ടുകയും ചെയ്തു. പിന്നെ കൂടാതെ കൈയടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. ആഹ്ലാദത്തോടെ ഇടത്തോട്ട് മലത്തോട്ട് അനങ്ങി. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ.